നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഒരു ഹൊറർ കോമഡിയാണ്. ഈ നെല്ലിക്കാമ്പൊയിൽ എന്ന് പറയുന്ന ഗ്രാമം, ഈ ഗ്രാമത്തിലുള്ള ഗ്രാമവാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ അവരുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ ഗ്രാമവാസികൾ നല്ല അസല് പേടിത്തൊണ്ടന്മാരാണ്, അതുപോലെ നല്ല അന്ധവിശ്വാസികളുമാണ്. ഇങ്ങനെയുള്ള ആ നാട്ടുകാരുടെ നാട്ടിൽ ചില രാത്രികളിൽ ഒരു കുതിരക്കാലുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരുപാട് പേരെ പേടിപ്പിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേസമയം നമ്മുടെ നായകന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇരുട്ട് പേടിയാണ്. ഇപ്പൊ ഇരുട്ട് പേടിയായിട്ടുള്ള നായകൻ ഇരുട്ടത്ത് മാത്രം വരുന്ന ഈ ഒരു പ്രശ്നം ഇതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്നുള്ള സിനിമ. പക്ഷെ എനിക്ക് നെല്ലിക്കാമ്പൊയിൽ റബ്ബർ ബാൻഡ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ സിനിമ നല്ല രീതിയിൽ വലിച്ചു നീട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മെയിൻ കോൺഫ്ലിക്റ്റ് മാത്യു അവതരിപ്പിച്ചിരിക്കുന്ന നായകന്റെ പേടി, ഇരുട്ടത്ത് പോകാനുള്ള പേടി. പുള്ളിക്ക് അതിനൊരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സ്റ്റോറി അത്യാവശ്യം കുഴപ്പമില്ല, നമുക്കൊരു മുത്തശ്ശി കഥയൊക്കെ പോലെ ബാക്ക് സ്റ്റോറി ഫൈൻ. പക്ഷെ ഇരുട്ടത്തുള്ള പേടി എന്നുള്ള രീതിയിൽ ഇതിന് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് സീക്വൻസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നായകന്റെ പ്രണയം, നായകൻ നായിക അവർ തമ്മിലുള്ള ഒരു കണക്ഷനും കാര്യങ്ങളും. അതിനിടയിൽ നായികക്ക് വേണ്ടി ഈ ഇരുട്ടത്ത് വരുന്ന ഈ രൂപം ഇതെന്താണെന്നും ഇതിന്റെ സത്യം കണ്ടെത്താനുള്ള ഒരു ചുമതല കൈൻഡ് ഓഫ് സംഭവം നായകന് ഏൽക്കേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്ക് ഇരുട്ടത്ത് ഇറങ്ങാൻ പേടിയാണ്. അപ്പൊ അതാണ് മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നായിക തമ്മിലുള്ള ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷനകത്ത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നില്ല. ആക്ച്വലി ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെ അറിയാം. കാരണം നായകൻ ഒരു ഘട്ടത്തിൽ പോലും അത്ര സീരിയസ് ആയിട്ടല്ല ആ ഒരു റിലേഷനെ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇയാളുടെ ഈ സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റ് പുള്ളിയുടെ, അതായത് നായകന്റെ ഇരുട്ടിന്റെ പേടി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്ന ആ കുതിരക്കാലൻ എന്നുള്ളതൊക്കെ. ഇതിന്റെ തുടക്കത്തിൽ കൂളി എന്നൊക്കെ പറഞ്ഞ ഒരു മിത്തോളജി ഒക്കെ കലർന്ന് ആ രീതിയിലുള്ള എന്തോ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സംതിങ് ന്യൂ, എന്തോ പുതുതായിട്ടൊക്കെ പറയാനുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അതൊന്നും ഇല്ലാതെയൊക്കെയാണ് സിനിമ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ പോലും വേണ്ട ഈ സിനിമ കംപ്ലീറ്റ്ലി പറഞ്ഞ് തീരാനായിട്ട്. അത്രേ ഉള്ളതേ ഉള്ളൂ. ഇതിന്റെ മെയിൻ സംഭവം നായകൻ ഇരുട്ട് പേടിയാണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുക, നായകനും നായികയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, നായികക്ക് വേണ്ടി ഈ ഒരു സംഭവം കണ്ടെത്താനുള്ളത്. മൂന്നാമത് ഇതെങ്ങനെ അയാൾ തരണം ചെയ്തു, അത് ലക്ഷ്യം കണ്ടെത്തി എന്നുള്ള സംഭവം. ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി 2 മണിക്കൂർ 5 മിനിറ്റ് നല്ല രീതിയിൽ വലിച്ചു നീട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്യു അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് ആണ്. കാരണം ഈ ഒരു ക്യാരക്ടർ ഒരു മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വെറുപ്പീരി ക്യാരക്ടറായിട്ട് മാറും. കാരണം ഇങ്ങനെ എപ്പോഴും ഇരുട്ട് പേടിയാണ് എന്നുള്ളതൊക്കെ അതൊക്കെ പുള്ളിക്കാരൻ അത്യാവശ്യം തന്നെ ഡീസന്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരായിട്ട് 2 പേര് വരുന്നുണ്ട്. ഒന്ന് ശരത് സഭയായിരുന്നു, നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ റോഷൻ ഷാനവാസ് എന്നാണ് ഞാൻ പേര് കണ്ടത്. പുള്ളിക്കാരൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. നായികയായിട്ട് വരുന്ന മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, പുള്ളിക്കാരിയും ഡീസന്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഇതിന്റെ ആ ഒരു എഴുത്ത് സെക്കൻഡ് ഹാഫിലൊന്നും ആക്ച്വലി ശരിക്കും ഒന്നും പറയാനില്ല. അവരിങ്ങനെ ഒരുപാട് ഇതിന്റെ മെയിൻ സീക്വൻസ് എല്ലാം വരുന്ന അവസാനത്തെ ഒരു 20 മിനിറ്റ് ആണ്. ആ 20 മിനിറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതൊരു ഹൊറർ കോമഡി എന്നുള്ള രീതിയിൽ ഹൊറർ സീക്വൻസ് അത് എഫക്റ്റീവ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എഫക്റ്റീവ് അല്ല. പിന്നെ ഇതിനകത്ത് കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഒരു കോമഡി പോലും എനിക്ക് ചിരിക്കാൻ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ളൊരു കോമഡി അല്ല. ഇനി മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഡയലോഗ്സ് തരക്കേടില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണും. പിന്നെ ഇതിന്റെ ടെക്നിക്കലി ഈ സംഭവം കൊള്ളാം. കാരണം ഒരുപാട് നൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ സമയത്തുള്ള സിനിമാറ്റോഗ്രാഫി അത് കൊള്ളായിരുന്നു. പിന്നെ ഇതിന്റെ സൗണ്ട് മിക്സിങ് ഞാൻ പേര് നോക്കിയപ്പോൾ വിക്കി അങ്ങനെ എന്തോണ് കണ്ടത്. പുള്ളിക്കാരൻ നല്ല സൗണ്ട് ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നൈറ്റ് ഷോട്ട്സ്, പിന്നെ ക്യാമറ ആംഗിൾസ് ആ രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം കൊള്ളാം. പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹൊറർ ഫിലിം ആയതുകൊണ്ട് തന്നെ സൗണ്ട് ഡിസൈൻ അത് നല്ല രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അതാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറിനുള്ളിൽ അതിന് താഴെ നമുക്ക് തീർക്കാവുന്ന ഒരു സിനിമയാണ്. ഒരുപാട് വലിച്ചിട്ടാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇന്റർവെൽ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇന്റർവെൽ കഴിഞ്ഞ് തിരിച്ച് കയറുമല്ലോ, അപ്പോഴേക്കും നമുക്ക് ഈ സിനിമയിലുള്ള ഇൻട്രസ്റ്റ് ഓൾമോസ്റ്റ് നഷ്ടപ്പെട്ടു കാണും. ആ രീതിയിലാണ്. കാരണം ഞാൻ പറഞ്ഞു ഇതിന്റെ മെയിൻ ഇമോഷൻ എന്ന് പറയുന്ന നായകന്റെ പേടി അത് നമുക്ക് വർക്കാവുന്നില്ല. എനിക്ക് വർക്കാവുന്നില്ല. പിന്നെ ഇതിന്റെ കോമഡി എനിക്ക് തീരെ വർക്കായിട്ടില്ല. പിന്നെ ഇതിന്റെ ഹൊറർ പോർഷൻ അതും വർക്കായിട്ടില്ല. ടെക്നിക്കലി കുറച്ച് സംഭവങ്ങളൊക്കെ കൊള്ളാമെന്ന് ഒന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ലാത്ത ഒരു സിനിമ. ആ സിനിമയായിട്ടാണ് എനിക്ക് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എനിക്ക് ഫീൽ ചെയ്തത്.